അല്ലാതെ ഇവിടുന്ന് പിരിച്ചുണ്ടാക്കി കൊണ്ടുപോയിട്ട് ഉത്തരേന്ത്യയിൽ കൊണ്ടുപോയിട്ട് ആദിവാസിയെ ഉദ്ധരിക്കേണ്ട, അതൊരു കാലഘട്ടത്തിൽ ആവശ്യമായിരുന്നു. ഇന്ന് അത് ചെയ്യാനുള്ള കഴിവ് ഈ രാജ്യം ഭരിക്കുന്നവർക്കുണ്ട്. അവർ ചെയ്തോളൂ. ഇവിടെ ലവ് ജിഹാദിന് വേണ്ടിയിട്ട് നമ്മൾ എന്തുകൊണ്ടാണ് ഇറങ്ങുന്നത്? ഈ ചില പെൺകുട്ടി അവിടെ എന്റെ അറിവിൽ ഒരു മുസ്ലിമോ ഒരു ഹിന്ദുവായ വിഭാഗങ്ങളോടൊപ്പം പ്രണയിച്ചിറങ്ങി പോവുകയാണെന്ന് പറഞ്ഞാൽ ഞാൻ അതിനെ എതിർക്കും. കാരണം എനിക്കത് സഹിക്കാൻ പറ്റില്ല. അപ്പൊ പ്രബുദ്ധ കേരളത്തിലെ പ്രബുദ്ധ മലയാളിയായ എനിക്ക് എന്റെ സമുദായത്തിൽ പെട്ട ഒരു പെൺകുട്ടി മറ്റൊരു സമുദായക്കാരന്റെ കൂടെ മതം മാറിപ്പോകുന്ന രീതിക്ക് അനുകൂലിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇതേ സങ്കടം തന്നെയാണ് ഉത്തരേന്ത്യയിലെ സംഘിക്കുള്ളത്. അത് നമ്മൾ ആദ്യം ഉൾക്കൊള്ളണം. അപ്പൊ അവിടെ പോയി ഉദ്ധരിക്കുകയല്ല വേണ്ടത്. നിങ്ങൾ ഇവിടെ പിരിച്ചെടുക്കുന്ന കാശ് കൊണ്ട് ഇവിടെ നിങ്ങൾ ചെലവഴിക്കണം. ചോദിച്ചു, മറുപടിയിൽ കൂടെ ചോദിച്ചു, നിങ്ങൾ കക്ഷി ചേരുന്നുണ്ടോ? ഇല്ല, അത് സർക്കാർ ചെയ്തോളൂ. ഇനി അടുത്തത് ആരാണ് ചെയ്യേണ്ടത്? KCBC. കാര്യം ലത്തീൻ സഭ കൂടെ ഉൾപ്പെട്ടതാണല്ലോ KCBC. എന്താ അവർക്ക് വക്കീലന്മാരില്ലേ? പണമില്ലേ? ഇപ്പോൾ വിദേശങ്ങളിൽ ഉൾപ്പെടെ രൂപതകൾ ഉണ്ടാക്കി അവിടുന്ന് വരെ പണപ്പിരിവ് നടത്തുന്നുണ്ടല്ലോ. കാര്യം ഇപ്പം വിദേശങ്ങളിൽ രൂപത ഉണ്ടാക്കാനുള്ള നെട്ടോട്ടത്തിലാണ്. കാരണം എന്താ പറയുക, ഇവിടുത്തെ പ്രകാരം അറിയില്ല. ആണും പെണ്ണും എല്ലാം ഇവിടുന്ന് ഫ്രഞ്ചും ജർമ്മനും ഒക്കെ ഫ്രീ ആയിട്ട് പഠിപ്പിച്ച് കയറ്റിവിടുക. പാരി സമൂഹത്തെ ബിനാമിയായിട്ടുള്ള ഒരു മുതലാളിയെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുമുണ്ട് സമുദായത്തിന്റെ പത്രം എന്ന് പറയുന്നതിന്റെ അകത്ത്. അവൻ വഴിയാണ് കൂടുതലും കയറ്റിവിടുന്നത്. അപ്പൊ പിന്നെ പിള്ളേർ അവിടെയല്ലേ ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് അവിടെ രൂപത തുടങ്ങി. ഇവിടുത്തെ കാര്യമൊക്കെ തീർപ്പായിട്ടുണ്ട്. അപ്പൊ അവരോട് തിരക്കി, നിങ്ങൾ ആരെങ്കിലും ഇതിന് പോകുന്നുണ്ട്? അപ്പോ മുനമ്പം സമരസമിതി പോകുന്നില്ല, കോട്ടപ്പുറം രൂപത പോകുന്നില്ല, വരാപ്പുഴ രൂപത പോകുന്നില്ല, ലത്തീൻ സമുദായ നേതൃത്വം പോകുന്നില്ല, KRLCA പോകുന്നില്ല, KLCA പോകുന്നില്ല, KCBC പോകുന്നില്ല. ഒത്തിരി അഭിഭാഷകർ CSI സഭയ്ക്കുണ്ട്. ആരെങ്കിലും പോകുന്നുണ്ടോ എന്ന് എനിക്ക് ആരും പോകുന്നില്ല. എന്താ പിന്നെ സംഭവിക്കാൻ പോകുന്നത്? മുസ്ലിം ലീഗിന്റെ തന്ത്രം അവിടെ സുപ്രീം കോടതിയിൽ വിജയിക്കും. നിങ്ങൾ കുടിയിറങ്ങേണ്ടി വരും. അതിന്റെ അവസാനം ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല. ഞങ്ങളിലുള്ള കുറച്ച് ആളുകൾ പിരിവെടുത്ത് തരുന്ന അവരവരുടെ കൈകളിൽ നിന്നും എല്ലാം ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരാണ്. ചെറിയ ബിസിനസ്സും ജോലിയും ഒക്കെ ആയിട്ട് നടക്കുന്ന സാധാരണക്കാരാണ് കാസയിലുള്ളത്. അവർ പിരിവെടുത്ത് തരുന്ന പണം കൊണ്ടാണ് ഈ സംഘടന തന്നെ തട്ടിയും മുട്ടിയും മുന്നോട്ട് പോകുന്നത്. ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രവർത്തനത്തിന്റെ തടസ്സം എന്ന് പറയുന്നത് ഫണ്ടാണ്. കാര്യം ഞങ്ങൾക്ക് ആരെയും ഒന്ന് സഹായിക്കാനില്ല. ഇനി സഹായിക്കാൻ പോയാലും സ്വന്തം ആളുകൾ തന്നെ പുറകെ കൊടുക്കരുത്. എന്നിട്ടും ഞങ്ങൾ മുസ്ലിം ലീഗിന്റെ ഇതിൽ കക്ഷി ചേരാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഞങ്ങൾ ചേരുകയും ചെയ്യും. ഞങ്ങളുടെ ഇത് മുസ്ലിം ലീഗ് നിങ്ങളെ സുപ്രീം കോടതിയിൽ ചതിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. അതിന് എന്തൊക്കെ ഞങ്ങളുടെ വിൽക്കേണ്ടി വന്നാലും എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ സഹിക്കേണ്ടി വന്നാലും ഞങ്ങൾ അതിൽ ഫൈറ്റ് ചെയ്യും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങേണ്ടവർ ആരും ഇറങ്ങാതെ കൈകെട്ടി നിൽക്കുന്നത് കാണുമ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയത്. കാര്യം ഞങ്ങൾ അതിനു വേണ്ടിയിട്ടാണ് ഈ സംഘടന ഉണ്ടാക്കിയത്. KLCAയും KCYM-ഉം കത്തോലിക്ക കോൺഗ്രസും ഒക്കെ നല്ല രീതിയിൽ സമുദായത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്നെങ്കിൽ കാസയുടെ ആവശ്യം എന്തായിരുന്നു? കാസ ഞങ്ങളെ കൊണ്ട് ഉണ്ടാക്കിച്ചത് നിങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ഈ KRLCA KLCA ഒക്കെ സമുദായത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഒരിക്കലും കാസയുടെ ആവശ്യമില്ലായിരുന്നു. ഞങ്ങളെ പോലുള്ളവർക്ക് അതിൽ ചേർന്ന് പ്രവർത്തിച്ചാൽ മതിയായിരുന്നു. കൊച്ചിലേക്ക് KCYM-ലൊക്കെ പ്രവർത്തിച്ചു വന്നവർ തന്നെയാണ് ഞങ്ങളൊക്കെ. അതിൽ ചേർന്ന് പ്രവർത്തിച്ചാൽ മതിയായിരുന്നു. ഇവന്മാരെ കൊണ്ട് ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളില്ല. നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ തിരിച്ചറിഞ്ഞില്ല ഞാൻ പറയുന്ന കാര്യം ശരിയാണോ? നിങ്ങൾക്ക് തന്നെ തോന്നില്ല. എന്തായിരുന്നു KLCA KRLCയുടെയും ഈ രാഷ്ട്രീയ അടിമത്തത്തോട് ഞങ്ങൾക്ക് വെറുപ്പാണ്, ഞങ്ങൾക്ക് എതിർപ്പാണ്. എങ്കിലും അവർ നേതൃത്വം നൽകുന്ന ഒരു പരിപാടി വഞ്ചി സ്ക്വയറിൽ സംഘടിപ്പിച്ചപ്പോൾ ഞങ്ങളും പറഞ്ഞു എല്ലാവരും അതിൽ പങ്കെടുക്കണം. അവരുടെ ആ വാർത്ത ഞങ്ങളും ഷെയർ ചെയ്തു. അത് മാക്സിമം ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു ക്യാമ്പയിൻ ആക്കി മാറ്റിയിട്ട് വഞ്ചി സ്ക്വയർ സമരത്തിലേക്ക് പരമാവധി ആളുകളെ എത്തിക്കാൻ ശ്രമിച്ചു. ഞാനും വന്നത് കാണാൻ നിന്നായിരുന്നു. എന്താണ് അവിടെ സംഭവിച്ചത്? അവിടെ ഹൈബീഡൻ എന്ന് പറയുന്ന നന്ദി കെട്ട ജനപ്രതിനിധിക്ക്
രാഷ്ട്രീയ വിശദീകരണം നടത്താനുള്ള വേദി ഒരുക്കി കൊടുക്കുകയാണ് മഞ്ച് സ്ക്വയറിൽ ചെയ്തത്. സാധാരണ ഈ IBയിലേക്ക് എന്തെങ്കിലും ഒരു പരിപാടിക്ക് ക്ഷണിച്ചാൽ നിങ്ങൾ കണ്ടോ, ആ പരിപാടി കഴിയുന്ന സമയത്ത്, അതായത് അദ്ദേഹത്തിന്റെ ഊഴം കഴിയുന്ന സമയത്ത് വേദിയിൽ നിന്ന് അവർ അടുത്ത പരിപാടി ഉണ്ടെന്ന് പറഞ്ഞ് പോകും. തീരുന്നവരെ ഇരിക്കില്ല, അവർ പോകും. കാര്യം അവർക്ക് തിരക്കുള്ള, ശരിയാണ്, അവർക്ക് തിരക്കുള്ള. പക്ഷെ നിങ്ങൾ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചോ, മഞ്ച് സ്ക്വയർ പരിപാടിയിൽ ഹൈബി ഈഡനും പെണ്ണുമ്പിളയും അവിടുത്തെ മൈക്ക് ഓഫ് ചെയ്ത് വയറ് ചുരുട്ടി എടുക്കുന്നത് വരെ അവിടെ ഉണ്ടായിരുന്നു. എന്താണെന്ന് അറിയാവോ, താൻ പോയി കഴിഞ്ഞാൽ എങ്ങാനും തന്നെ കുറിച്ച് ആരെങ്കിലും അത് പറഞ്ഞാലോ എന്ന് കരുതിക്കൊണ്ട് സൈക്കോളജിക്കലായ ഒരു മൂവ്മെന്റ് ആണ് ഹൈബി ഈഡൻ അവിടെ നടത്തിയത്. അത് കഴിഞ്ഞ് നിങ്ങളൊരു ഒരു നിവേദനമായിട്ട് അവിടെ ചെന്നല്ലോ. സാധാരണഗതിയിൽ താൻ വിജയിപ്പിച്ച ജനങ്ങൾ തന്നെ കാണാൻ ഒരു നിവേദനമായിട്ട് വരുമ്പോൾ അത് മേടിച്ചു വെച്ചിട്ട് ഞാൻ ശ്രമിക്കാം, അത് പരിഹരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കാണേണ്ട വ്യക്തിയല്ലായിരുന്നോ ഹൈബി ഈഡൻ? അന്നുണ്ടായിരുന്നോ? ഇല്ലല്ലോ. അദ്ദേഹം മാറിക്കളഞ്ഞു, പകരം ഓഫീസിൽ കൊടുത്തേക്കാൻ പറഞ്ഞു, അല്ലെ? പാവങ്ങളായ ചേച്ചിമാരെല്ലാം ഇവിടുന്ന് അവിടം വരെ എത്തി, അവിടേക്ക് ജാഥയായി പോയി, അല്ലെ? അപ്പോൾ ഇവരെല്ലാവരും ചേർന്ന്, ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, കാസർഗോഡ് ഇപ്പൊ കാസയിൽ ചേർന്നാൽ പള്ളിയിൽ സഹകരിപ്പിക്കില്ലെന്നൊക്കെ പറയുന്നല്ലോ. ഇതിനെ ഉണ്ടാക്കിയത് നിങ്ങളാണ്. ഞങ്ങൾ ആരുടെയും കൈവെട്ടാനോ മലദ്വാരത്തിലൂടെ സ്വർണം കടത്താനോ അല്ലെങ്കിൽ ഇവിടെ തീവ്രവാദ പ്രവർത്തനം നടത്താനോ ഞങ്ങളാരും പോയിട്ടില്ല. ഇന്ത്യൻ നിയമവ്യവസ്ഥയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് രാജ്യവും സമുദായവും നേരിടുന്ന വിഷയങ്ങളിൽ ഞങ്ങൾ പ്രതികരിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അങ്ങോട്ട് പോയിട്ട് ഒരാളെയും മെക്കിട്ട് കയറാൻ ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല. ഇന്ന് വരെ ഞങ്ങൾക്കെതിരെ അത്തരത്തിലുള്ള എന്തെങ്കിലും നിയമലംഘനങ്ങൾ നടത്തിയതിന്റെ പേരിലുള്ള യാതൊരുവിധ കേസുകളും ഞങ്ങൾക്കിടയിൽ ഈ 6 വർഷത്തിനിടയിൽ. എന്നിട്ടും ഞങ്ങൾ തീവ്രവാദ സംഘടനകളാണ്. എന്താണ് കാര്യം? ഇതുപോലെ ഉള്ള കാര്യം ഞങ്ങൾ തുറന്നു പറയുന്നു. ഞങ്ങൾക്കൊരു മോതിരം മുത്തുന്ന, ഒരു മെത്രാന്മാരുടെയും മോതിരം മുത്തുന്ന ഫോട്ടോ എടുത്തിട്ട് പിറ്റേ ദിവസം ഫേസ്ബുക്കിൽ ഇട്ടിട്ട് ലൈക്ക് മേടിക്കേണ്ട കാര്യമോ സ്റ്റാറ്റസ് ഇട്ട് ഞെളിയേണ്ട കാര്യമോ ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് അവരെ സ്നേഹവും ബഹുമാനവുമാണ്. അത് ആത്മീയ കാര്യങ്ങളിൽ മാത്രമാണ്. ഭൗതിക കാര്യങ്ങളിൽ ഞങ്ങൾക്കൊപ്പം നിന്നില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ അംഗീകരിക്കില്ല. അത്രയുള്ള കാര്യം. നിങ്ങളെ ഞങ്ങൾ എതിർക്കും. അപ്പോ ഈ സംഘടനകളൊക്കെ നിങ്ങൾക്ക് വേണ്ടി നിൽക്കേണ്ടവരാണ്. ഈ KLCയും KRLCയും നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. ഞാൻ അതിനെ കുറിച്ച് വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. ജീവനാഥം എന്നാണ് ആ മാഗസിന്റെ പേരിൽ ഇയാം പാറ്റകളായിട്ടാണ് നിങ്ങളെ ചിത്രീകരിച്ചത്. ഇയാം പാറ്റകൾ നമുക്കറിയാം, വെളിച്ചത്തിന് നേരെ വന്ന് ചിറക് കൊഴിഞ്ഞ് താഴെ വീണ് മരണമടയുന്ന പാറ്റകളെയാണ് ഇയാം പാറ്റകൾ. അതായിട്ടാണ് നിങ്ങളെ രേഖപ്പെടുത്തിയത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾക്ക് വേണ്ടി ഇറങ്ങേണ്ടവർ. ശരിക്കും പറഞ്ഞാൽ ഈ സമരം എന്ന് പറയുന്നത് ഒത്തിരി തിരിച്ചറിവുകളും പലരുടെയും മുഖങ്ങൾ കാണാനുമുള്ള ഒരു വേദിയായിട്ടാണ് മാറിയത്. ജനപ്രതിനിധികളുടെ കൂറ്, അവരുടെ ആത്മാർത്ഥത, അവരുടെ ഉത്തരവാദിത്വം ഈ സമരം നമുക്ക് മനസ്സിലാക്കി തന്നു. ഇത്തരത്തിലൊരു വിഷയം ഉണ്ടാകുമ്പോൾ നമുക്കൊപ്പം ആരൊക്കെ ഉണ്ടാകുമെന്ന് ഈ സമരം മനസ്സിലാക്കി തന്നു. നീതി നമുക്കൊപ്പമാണെന്നുണ്ടെങ്കിൽ നമ്മൾ തുടങ്ങുന്ന ചെറിയ സമരമായാലും അത് രാജ്യം മുഴുവൻ അറിയുമെന്ന് ഈ സമരം മനസ്സിലാക്കി തന്നു. നിഷ്കളങ്കരായ മനുഷ്യർ നീതിക്കൊപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് എവിടെ നിന്നായാലും വന്ന് പ്രവർത്തിക്കുമെന്ന് സ്റ്റാലിൻ ദേവൻ സാറിനെ പോലുള്ളവർ അത് മനസ്സിലാക്കി തന്നു. തനിക്ക് വരുന്ന മെത്രാൻ പദവിയല്ല, ഇനി മെത്രാൻ പദവി കിട്ടിയില്ലെങ്കിൽ താൻ പറയാനുള്ളത് പച്ചയ്ക്ക് വെട്ടിത്തുറന്ന് പറയും. ഞാൻ എന്റെ ആളുകൾക്ക് വേണ്ടി നിൽക്കുമെന്ന് പറയുന്ന ജോഷി മയ്യാറ്റിനെ പോലുള്ള ഇടയന്മാരെ കാട്ടിത്തന്നു. ഇല്ലേ? അതുപോലെ തന്നെ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് ഇത്രയും കാലം കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റിന്റെയും വീട്ടിലുമായിരുന്ന ഇവിടെ BJP മെമ്പർഷിപ്പ് ഉണ്ടായെങ്കിൽ ജനം പഴയ കവലപ്രസംഗങ്ങളും അല്ലെങ്കിൽ പ്രകടന പത്രികകളും അല്ലെങ്കിൽ പാർട്ടി ഓഫീസിലെ സ്റ്റഡി ക്ലാസ്സുകളും കണ്ട് വോട്ട് ചെയ്യുന്ന കാലമല്ല. ജനം മാറി ചിന്തിക്കാൻ തുടങ്ങി. ഇന്ന് കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണിന്റെ വിരൽ തുമ്പത്ത് സത്യവും കളവും നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന കാലമാണെന്ന് മനസ്സിലായി. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർക്കൊപ്പം ജനങ്ങൾ നിൽക്കുമെന്ന് കാണിച്ചു കൊടുത്തു ഈ സമരം. BJP, എനിക്ക് അവരോടും കൂടി പറയാനുള്ളതാണ്. എന്റെ പ്രവർത്തകർ ഇരിപ്പുണ്ടല്ലോ,
എനിക്ക് ആണെന്ന് ഞാൻ കരുതുന്നു. അല്ലെങ്കിൽ കേൾക്കുന്നതിനോട് പറയാനുള്ളത്, നിങ്ങൾ ഇവിടെ BJP വളരണമെന്നുണ്ടെങ്കിൽ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാൻ നിങ്ങൾ തീരുമാനിക്കണം. സാധാരണ ക്രിസ്ത്യാനികൾക്കിടയിലും ഇറങ്ങി നിങ്ങൾ പ്രവർത്തിക്കണം. അവരുടെ വിഷയങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കണം. അവരുടെ വിഷയങ്ങൾ നിങ്ങൾ ഏറ്റെടുത്താൽ നിങ്ങൾക്ക് ഇവിടെ ക്രിസ്ത്യാനികളുടെ ആയിട്ടുള്ള BJP അംഗങ്ങളുടെ എണ്ണം കൂടും. ഇവിടെ ഭരണത്തിൽ നമ്മൾക്ക് നമ്മുടേതായ ഒരു ശബ്ദം ഉയർത്തിയെടുക്കാൻ സാധിക്കും. ഇവിടെ എന്തുകൊണ്ടാണ് നമുക്ക് വേണ്ടി പറയാൻ അവർ ഏകകണ്ഠമായി അവിടെ പ്രമേയം പാസാക്കി, നമുക്ക് വേണ്ടി അവിടെ പറയാൻ ആരുമില്ല. ഇപ്പോ 80:20 എന്ന് പറയുന്ന അനുപാതം, അന്യായമായ അനുപാതം 80% മുസ്ലിങ്ങൾക്കും 20% ക്രിസ്ത്യാനികൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾക്ക് കൊടുക്കുന്ന ഒരു വിധിക്കെതിരെ ഹൈക്കോടതി വിധി പറഞ്ഞപ്പോൾ അതിനെതിരെ സുപ്രീം കോടതിയിൽ പോകുന്നതിന് സംസ്ഥാന സർക്കാർ തീരുമാനമെടുത്തപ്പോൾ അതിനുവേണ്ടി വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി വാദിച്ചത് BJPയും ജോസഫ് ഗ്രൂപ്പ്, കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് മാത്രമാണ്. അപ്പൊ നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ പറയുന്ന ഒരു MLA ഈ കേരള നിയമസഭയിൽ ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ഏകകണ്ഠമായി പ്രമേയം പാസ്സാവില്ലായിരുന്നു, ഒരാളെങ്കിലും എതിർക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ജനങ്ങളിൽ മാറ്റം വരുത്തണം. അരമനകളിൽ പോയി പിതാക്കന്മാർക്കൊപ്പം പ്രഭാത ഭക്ഷണം കഴിച്ച് കേക്ക് നുള്ളിപ്പിച്ച് വായിൽ വെച്ചു കൊടുത്ത് അവർ തരുന്ന ഷാള് മടക്കി കയ്യിൽ വെച്ച് നിങ്ങൾ പോകുന്നത് കൊണ്ടൊന്നും ക്രിസ്ത്യാനി മാറാൻ പോകുന്നില്ല. ഇവിടെ ക്രിസ്ത്യാനി മാറിയിട്ടുണ്ടെങ്കിൽ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ വ്യക്തിപ്രഭാവവും ഈ രാജ്യത്തിന് ഇന്റർനാഷണൽ ലെവലിലും നാഷണൽ ലെവലിലും ഉണ്ടായിരുന്ന മാറ്റങ്ങളും കണ്ടുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ മാറിയിട്ടുള്ളത്. ഇവിടെയും നിങ്ങൾ പരാപ്പുഴ രൂപത സന്ദർശിച്ച് അവിടുത്തെ രൂപത മെത്രാനുമായി നിന്ന് ഫോട്ടോ എടുത്ത് നിങ്ങൾ പ്രഭാത ഭക്ഷണവും കഴിച്ചിട്ട് അല്ലെങ്കിൽ അവർ അണിയിച്ച ഷാളും കഴിച്ചുകൊണ്ട് നിങ്ങൾ വന്നിരുന്നുണ്ടെങ്കിൽ BJPക്ക് ഇവിടെ ഒരു മെമ്പർ പോലും ഉണ്ടാവുമായിരുന്നില്ല. പകരം ഇവിടുത്തെ ജനങ്ങൾക്കൊപ്പം ആ രാഷ്ട്രീയ പ്രസ്ഥാനം നിന്നപ്പോൾ ഇപ്പോൾ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഈ മണ്ണിൽ പേരുണ്ടായി. അപ്പോൾ ജനങ്ങൾക്കൊപ്പം രാഷ്ട്രീയക്കാർ നിൽക്കുമെങ്കിൽ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനൊപ്പം ജനങ്ങളും നിൽക്കുമെന്ന് ഈ സമരത്തെ കാട്ടിക്കൊടുക്കാനായി. അപ്പോ ഞാൻ പറയുന്നത്, നിങ്ങൾ നിരാശപ്പെടേണ്ട കാര്യമില്ല. നിങ്ങളിൽ തെറ്റിദ്ധാരണയാണ് നിങ്ങൾ പടർത്തുന്നത്. ഈ വിഷയത്തിലുള്ള നിങ്ങളുടെ അജ്ഞതയെ മുതലെടുത്തുകൊണ്ട് വൈകാരികമായി നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ സമരത്തെ ഭിന്നിപ്പിച്ച് തകർക്കാനാണ് ശ്രമിക്കുന്നത്. അതിന് നിങ്ങൾ ഇട കൊടുക്കരുത്. മറ്റൊന്നുകൂടി എനിക്ക് ഇവിടുത്തെ ഫിലിപ്പിനോടും റോയിയോടും മറ്റേ എല്ലാവരോടും കൂടെ, ഞാൻ എല്ലാവരും പേരെടുത്ത് പറയുന്നില്ല, എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ തിരിച്ച് വേളാങ്കണ്ണി പള്ളി മുറ്റത്തേക്ക് ആ സമരപ്പന്തലിലേക്ക് നിങ്ങൾ പോകണം. നിങ്ങൾ പോകാതിരിക്കരുത്. പഴയ ഒരു ചൊല്ലുണ്ട്, താരിരിക്കേണ്ടടുത്ത് താരില്ലെങ്കിൽ ആ സ്ഥാനത്ത് നായ കയറിയിരിക്കും. അതിന് നിങ്ങൾ അനുവദിക്കരുത്. കാരണം നിങ്ങൾ ഇവിടെയും അവരവിടെയും ആയിരുന്നെങ്കിൽ ഈ ഇന്ന് എത്രയോ ദിവസം 288 ദിവസം, അതിൽ 10-30 ദിവസമായിരിക്കാം ഒരു ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഈ 250-ലേറെ ദിവസം നിങ്ങൾ ഇവിടെയും അവരവിടെയും ആയിരുന്നെങ്കിൽ പണ്ടേ ഈ മണ്ണിൽ നിങ്ങൾ കുടിയിറങ്ങേണ്ടി വരുമായിരുന്നു. ഉറപ്പാണ്. ഇത് ഇവിടം വരെ എത്തിച്ചത് നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. നിങ്ങൾ തിരിച്ചു പോണം. അവിടെ എടുക്കുന്ന ഒരു തീരുമാനവും നിങ്ങളുടെ അറിവില്ലാതെ എടുക്കാൻ പാടില്ല. ഉള്ളിൽ നിന്നാണ് നിങ്ങൾ അതിനെ എതിർക്കേണ്ടത്, മാറി നിന്നല്ല എതിർക്കേണ്ടത്. നിങ്ങൾ അതിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ കൂടെ അഭിപ്രായം കേൾക്കണം. അല്ലാതെ നിങ്ങൾ മാറി നിൽക്കരുത്. നിങ്ങൾ നാളെ മുതൽ നിങ്ങൾ അവിടെ പോകണമെന്നുള്ളതാണ് എന്റെ സംഘടനയുടെയും എന്റെയും അഭിപ്രായം. കാരണം നിങ്ങൾക്കറിയാം, ഈ ജോർജ് പൂന്തോട്ടം എന്ന് പറയുന്ന വക്കീലിനെ വെച്ചിരിക്കുന്നത് ആരാണെന്ന് നിങ്ങൾക്കറിയാം. മാത്യു കുഴൽനാടന്റെ ഓഫീസിൽ വെച്ചാണ് നിങ്ങളുടെ വികാരിയച്ഛൻ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് ഇത് തീരുമാനിച്ചതെന്നറിയാം. ഇത് കോട്ടപ്പുറം രൂപത വഴിയാണ് നടന്നിരിക്കുന്നതെന്നറിയാം. ഇടയ്ക്കൊരു ഫോർമുല കൊണ്ടുവന്നായിരുന്നു. 2 ഫോർമുലകൾ കൊണ്ടുവന്നു. ഒരെണ്ണം 10 സെന്റിന് മുകളിലോട്ട് സ്ഥലമുള്ളവർക്ക് 5 സെന്റും വീടും, 10 സെന്റിന് താഴോട്ട് സ്ഥലമുള്ളവർക്ക് 3 സെന്റും വീടും. ഇത് ഞാൻ മേടിച്ചു തരുമെന്നാണ് നിങ്ങൾ ജയിപ്പിച്ചു വിട്ട നിങ്ങളുടെ MP പറഞ്ഞത്. അങ്ങനെ നിങ്ങളെ വിഡ്ഢികളാക്കി, നിങ്ങളെ ഒതുക്കി, നിങ്ങളെ ഇവിടെ വിട്ടിട്ട് ബാക്കി സ്ഥലം വഖഫ് ബോർഡ് ഏറ്റെടുക്കും. അതിനുവേണ്ടി അവർ ഫോർമുല നൽകി. ഇനി ഇവിടെ പറ്റാത്തവർക്ക് വേറെ സ്ഥലത്ത് അവർ ഓഫർ ചെയ്യും. ഇനി ഒന്ന് നോക്കിക്കോളൂ, നിങ്ങളെ ചതിക്കാൻ കൂട്ടു നിൽക്കുന്നവർ ഒരു 5-6 ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച്
നിങ്ങൾ ചതിക്കപ്പെടുകയാണെങ്കിൽ നാളെ അവർ സമ്പന്നന്മാരാകും. ഞാൻ പറഞ്ഞതിൽ എല്ലാം ഉണ്ട്. അപ്പൊ അതിന് നിങ്ങൾ അനുവദിക്കരുത്. നിങ്ങളാണ് ഈ സമരത്തെ ഇവിടം വരെ എത്തിച്ചത്. കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന വിജ്ഞാപനം പാലിക്കുവാൻ സംസ്ഥാന സർക്കാരിൽ നിങ്ങൾ സമ്മർദ്ദം ഉണ്ടാക്കുന്ന രീതിയിൽ ചെയ്യണം. അതിനുവേണ്ടി നിങ്ങളുടെ സമുദായ നേതൃത്വം തടസ്സം നിൽക്കുകയാണെന്നുള്ള ആ സമുദായ നേതൃത്വത്തെ പ്രത്യക്ഷമായി നിങ്ങൾ എതിർക്കാൻ തയ്യാറാകണം. സമുദായവും സമുദായ സംഘടനകളും സമുദായ മക്കൾക്ക് വേണ്ടിയാണ് നിൽക്കേണ്ടത്. അല്ലാതെ ഇവരൊക്കെ ക്രിസ്തുവിന്റെ പ്രതിപുരുഷന്മാരായത് മറ്റേ തങ്ങൾമാർ അണ്ണാക്കിലേക്ക് കേക്ക് തൊടാനല്ല. അപ്പോ ആരാണോ നിങ്ങൾക്ക് എതിർ നിൽക്കുന്നവരെ നിങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് എതിർക്കണം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവസാനം ഞാൻ അധികം ദീർഘിക്കുന്നില്ല, നീണ്ടുപോയി എനിക്കറിയാം. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആ സമര പന്തലിലേക്ക് തിരിച്ചു പോകണം. ഇനി എടുക്കുന്ന ഓരോ തീരുമാനവും നിങ്ങളുടെ അറിവോടും സമ്മതത്തോടും കൂടിയായിരിക്കണം. അതിനകത്ത് നിന്നുകൊണ്ട് നിങ്ങൾ അതിനെ എതിർക്കണം. അതിന്റെ മേൽ വരാനുള്ള എല്ലാ ചതികളെയും നിങ്ങൾക്ക് തകർക്കാൻ സാധിക്കണം. എന്തുകൊണ്ടാണ് ചെല്ലാന സമരത്തെ ഈ മുനമ്പം സമരവുമായിട്ട് ബന്ധിപ്പിക്കാൻ ശ്രമിച്ചത്? എന്താണ് പെട്ടെന്ന് ചെന്നിട്ട് ചെല്ലാനത്തൊരു സമരം സംഘടിപ്പിച്ചത്? വളരെ ദ്രുതഗതിയിലുള്ള ഒരു പ്രവർത്തനമായിരുന്നല്ലോ KLC-യുടെയും KRLC-യുടെയൊക്കെ. എന്തുകൊണ്ടാണ്? അതിന് 2 ദിവസം മുമ്പ് കാസയുടെ പേജിൽ ഒരു വീഡിയോ വന്നു. എല്ലാവരുടെ ചില ചേച്ചിമാരൊക്കെ സംസാരിക്കും. അവിടെ പോയി കാസയുടെ ജെൻസൺ ആന്റണിയും വേറെ ചില കൊച്ചിയിലെ പ്രവർത്തകരും എല്ലാം കൂടെ അവിടെ